അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ മൂട്ടക്കാട്ടും ചെരുപ്പുമൊക്കെ ഇട്ട് ചുമ്മാ തോടൊക്കെ ഒന്ന് കാണാം എന്നോർത്ത് വെളിയിലോട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേന് തോട്ടിൽ പകുതിയോളം വെള്ളമുണ്ട്. അപ്പം ഇന്നലെ അതിന് മാത്രം ഒരു മഴ പെയ്തോന്നൊന്നും അറിയില്ല. എങ്കിൽ കൂടിയിട്ടും തോട്ടിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കോഴിക്കൂടൂടെ തുറന്നു വിടാമെന്നോർത്തുകൊണ്ടാണ് ഇറങ്ങി വന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് കോഴിപ്പൂവൻ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് ഡൈവ് ചെയ്യുന്ന ഒരു രംഗങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നന്ദ്യാർ വട്ടമാണേ. അപ്പോൾ ഇങ്ങനെ നടന്ന് ജസ്റ്റ് ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കുപ്പി കിടപ്പുണ്ടായിരുന്നേ. ഇന്നലെ ഞാനത് കണ്ടുവച്ചതായിരുന്നു. പക്ഷേ അവനെ എടുക്കാമെന്നൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് ഒഴുകിപ്പോയിട്ടോ. അപ്പം ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മുടെ പേര നിൽക്കുന്നുണ്ട്. അന്നേരം പേരയ്ക്ക ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് കേട്ടോ പേരയ്ക്ക അത്യാവശ്യം. അപ്പം അതിൽ പഴുത്ത ഏതെങ്കിലും ഒരെണ്ണം വേണമല്ലോ പറിക്കാൻ. അപ്പം ഞാനിങ്ങനെ മൊത്തത്തിലൊന്ന് തപ്പി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതൊരു ചെറിയ പേരയാണ്. പക്ഷെ അത് മുഴുവനായിട്ടും നമ്മുടെ തോട്ടിലോട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ തപ്പി അവസാനം എനിക്ക് കിട്ടിയേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് 4 എണ്ണമാണ് ആക്ച്വലി കിട്ടിയത്. ഇനിയും കിടപ്പുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടെ ഒന്ന് പഴുക്കാനുള്ള പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പിന്നെ അത് വിട്ടേച്ച് പഴുത്തു എന്ന് കണ്ട 4 എണ്ണം കൂടി ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൽബറി ഉണ്ടായി കിടക്കുന്ന കേട്ടോ. ഇതിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചെറുതായിരുന്നു. പക്ഷെ നല്ല വലിയ മൽബറിയാണ് ഉള്ളത് കേട്ടോ. അതിൽ ഉണ്ടാകുന്ന എപ്പോഴും വലിയ മൽബറിയാണ്. പക്ഷെ ഇപ്പം നമുക്ക് എന്തോ മഴയുടേത് കൊണ്ടാവാം. അപ്പോൾ ഞാൻ പറിച്ച 4 പേരയ്ക്കയൊക്കെ ആയിട്ട് ഇതിൻ്റെ അകം നല്ല റോസ് കളറാണ്. അപ്പം ഇതുമായിട്ട് ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. അപ്പം തിരിച്ച് നടന്നൊന്നുമില്ല. ഞാനും അമ്മയും എന്നും രാവിലെ എണീറ്റ് ഒരു കപ്പ് കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ തിണ്ണേ വന്നിരിക്കുമേ. അപ്പോൾ തിണ്ണേ വന്നിരുന്ന് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഇപ്പം നമുക്ക് നല്ല മഴയുണ്ടായിരുന്നേ. ഇത് നമ്മളെല്ലാവരോടും കൂടി അന്ന് കുഴിച്ച് വെച്ച നമ്മുടെ മണി പ്ലാന്റ് ആണേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.